ഫ്രണ്ട്സിന് വന്ദനം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പുരോഗതിയുടെ പാതയിൽ നഷ്ടപ്പെടുന്ന മാനവികത എന്ന വിഷയത്തെ കുറിച്ചാണ്. സ്നേഹമാണ് അഖില സാരമൊഴി, സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം, സ്നേഹത്താൽ വൃദ്ധി നേടുന്ന ലോകം. മലയാളത്തിന്റെ മഹാകവി കുമാരനാശാന്റെ വരികളാണ്. പരസ്പര സ്നേഹത്തിന്റെ മൂല്യത്തെയാണ് ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. മാനവിക മൂല്യങ്ങൾക്ക് അപജയം സംഭവിക്കുന്ന ഇന്നത്തെ ലോകത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നാം പലവിധങ്ങളായ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ്. സ്നേഹരാഹിത്യമാണ് പ്രശ്ന സങ്കുലിതമായ ലോകം സൃഷ്ടിക്കുന്നത്. സ്നേഹമെന്ന മൂല്യത്തിന് ഇന്ന് വിലയില്ലാതായിക്കൊണ്ടിരിക്കുന്നു. വൈവിധ്യങ്ങളുടെ നിറക്കൂട്ടിൽ വിരചിതമാണ് പ്രപഞ്ചം. അതിൽ അതിവിശിഷ്ടമായ സ്ഥാനമാണ് മനുഷ്യന് നൽകിയിരിക്കുന്നത്. വിവേകമാണ് അതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ കർമ്മവിശുദ്ധിയുടെ ഔന്നിത്യത്തിൽ ഏറ്റവും പ്രകീർത്തിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്ന കാവലാളായി മനുഷ്യന് ഉയരാം. എന്നാൽ നീചവും തരം താഴ്ന്നതുമായ പ്രവർത്തനങ്ങളിലൂടെ ഈ ലോകത്തെ തച്ചു തകർക്കാനുള്ള ശക്തിയും മാനവനുണ്ട്. അതിനുള്ള തെളിവാണ് ഇന്നത്തെ ലോകം. നാം സ്വാർത്ഥതയുടെ പിടിയിലാണ്. സ്വാർത്ഥമായ ചിന്തകൾ, കച്ചവട താല്പര്യം, ലാഭമോഹം ഇതൊക്കെ ഇന്നത്തെ ലോകത്തെ തകർക്കുന്ന പ്രശ്നങ്ങളായി തീർന്നു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നാം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ന ചിന്ത നമ്മിൽ ഉദിക്കുന്നില്ല. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. എത്ര അർത്ഥമുള്ള വരികളാണ്! എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റും ഈ സംഭവിക്കുന്നത്! വംശീയ വിദ്വേഷം, ജാതി സ്പർദ്ധകൾ, പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, അതിർത്തി തർക്കങ്ങൾ, അതിൽ നിന്നും ഉത്ഭവിക്കുന്ന യുദ്ധങ്ങൾ, സാമൂഹികമായ അരക്ഷിതാവസ്ഥകൾ, പട്ടിണിയും പല വിധങ്ങളായ രോഗങ്ങളും തുടച്ചു മാറ്റുവാൻ ശക്തിമാൻ എന്ന് പറയുന്ന മനുഷ്യന് ഇന്നും സാധ്യമല്ല. ഇത്തരം പ്രശ്നങ്ങളിൽപ്പെട്ട് നാം ഉഴലുന്നത് നമ്മുടെ തന്നെ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. തീർച്ചയായും ഇതിൽ നിന്നും മോചനം നമ്മുടെ തന്നെ കരങ്ങളിലുണ്ട്. നമുക്ക് മുന്നേ കടന്നുപോയവർ പകർന്നു തന്ന നന്മകളുടെ വഴികൾ മാതൃകയാക്കാൻ നാം തയ്യാറല്ല. പുരോഗതി എന്നത് നമ്മുടെ മനസ്സിന്റെ വിശാലതയാണ്. സാങ്കേതിക വിദ്യ വളരുമ്പോൾ നമ്മുടെ മനസ്സ് ചുരുങ്ങരുത്. അതിനാൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. യന്ത്രങ്ങളോടൊപ്പം മനുഷ്യരായും വളരാം. കാരണം മനുഷ്യനാണ് ഏറ്റവും വലിയ പുരോഗതി. നന്ദി, നമസ്കാരം.